കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു സ്ക്വയർ പാത്രം എടുത്തിട്ട് അതിൽ ഫോയിലിംഗ് പേപ്പർ കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിനകത്ത് 1.5 കപ്പ് കപ്പലണ്ടി ഇടുക. ഞാൻ പച്ച കപ്പലണ്ടിയാണ് ഇടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ കപ്പലണ്ടി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. വറുത്ത കപ്പലണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. കപ്പലണ്ടി ചൂടോടുകൂടെ തന്നെ അതിൻ്റെ തൊലി കളയാൻ ശ്രമിക്കുക. ഇളം ചൂടോടുകൂടെ തന്നെ കപ്പലണ്ടി കൈമിലെടുത്തിട്ട് നന്നായിട്ട് തിരുമുക. തിരുമിയാൽ ഇതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. ഇളം ചൂടോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തൊലി കളഞ്ഞ കപ്പലണ്ടി ഇതുപോലെ കിട്ടും. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 1.5 കപ്പ് കപ്പലണ്ടിക്ക് 1/2 കപ്പ് ശർക്കരയാണ് ഇടേണ്ടത്. ശർക്കര ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിനകത്തേക്ക് 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ശർക്കര നന്നായിട്ട് അലിഞ്ഞ ശേഷം അതിനകത്തേക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതാണിത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫോയിലിംഗ് ചുറ്റിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലെവലാക്കിയതിന് ശേഷം കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ കടകളിൽ സ്ക്വയറായിട്ടാണ് കിട്ടാറ്, അതുകൊണ്ട് ഞാനും സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തു. ഇതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുക. അപ്പോൾ ഇനി നമുക്കിത് ലാവൂസിന് കൊടുക്കാം. ഒരു പീസ് ലാവൂസ് എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.